രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുകേഷ് MLA. മുകേഷ് MLA കഴിഞ്ഞ ദിവസം പറയുന്നതുണ്ടായി, കോൺഗ്രസിന് ആകെയുള്ളൊരു കച്ചിത്തുരുമ്പല്ലേ, അവർ പറയട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും ആരെയും അപമാനപ്പെടുത്താനും തയ്യാറല്ല എന്നാണ് മുകേഷിന്റെ വാദം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും രാഹുലിന് ആളുകൾ സപ്പോർട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? രാഹുല് ഇപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് എന്നുള്ളതാണ്. പാലക്കാടുള്ള ജനം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു വെറും ആരോപണമാണെന്നും എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇന്നൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണുള്ളത്: ഇനിയും രാഹുലിനോടൊപ്പം എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നതിന്റെ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം രാഹുലിന് അനുകൂലമായിട്ട്, അതെ രാഹുലിനോടൊപ്പമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരു 10,000 കമന്റ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇപ്പോഴും രാഹുലിന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്? ഇതിന്റെ മറുവശത്ത് ഈ സദാചാര ചിന്ത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി വിവാഹിതയല്ലേ, പോയപ്പോൾ അവൾ അറിഞ്ഞില്ലേ, അവൾ എന്തുകൊണ്ട് നിന്നു കൊടുത്തു, അവള് വെറുതെയാണോ കഴിച്ചത്, അവൾ എന്തിനാ മരുന്ന് കഴിച്ചത്, അവളല്ലേ കഴിച്ചത്, ഈ ഒരു തോട്ടുണ്ടല്ലോ. അതിന് ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണെന്നും അദ്ദേഹം മോറൽ വാല്യൂസ് നോക്കണമായിരുന്നു എന്നും ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യരുതായിരുന്നു എന്നുള്ള തോട്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും ഒരു മിഡിൽ ഈസ്റ്റ് ക്രൗഡിനോട് സംസാരിച്ചാൽ മനസ്സിലാകുന്നത്, ഇതൊക്കെ വെറും ആരോപണമുണ്ട്, ഇതൊന്നും ഒന്നുമില്ല. ഇപ്പോഴും സമൂഹം ചിന്തിക്കുന്നത് ഒരു ലൈംഗിക പീഡന പരാതിയോ ആരോപണമോ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ്. അല്ല, ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണ പരാതികൾ ഒരുപാട് പേർക്കെതിരെ കേരള രാഷ്ട്രത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നയിച്ച് ഇതിനൊരു അപ്രസക്തി ഇല്ലാതായി പോയത് കൊണ്ടാണോ ഇപ്പൊ ഈ രീതിയിൽ ആളുകൾ പെരുമാറുന്നത്? ഒരിക്കലുമല്ല. ഇപ്പോൾ സ്ത്രീപീഡന പരാതി ആർക്കെതിരെ വന്നാലും, അത് മുകേഷ് ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിക്കോട്ടെ, സിനിമാ നടൻ സിദ്ദിഖ് ആയിക്കോട്ടെ, മഹാത്മാഗാന്ധി ആണെങ്കിൽ പോലും ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ധാർമ്മിക ബോധമാണ്. ഇപ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, സ്ത്രീകൾ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരാണ്. ഇപ്പോൾ പുരുഷന്മാരുടെ അത്ര പ്രിവിലേജ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും സ്ത്രീകൾക്കില്ല എന്ന് ഞാൻ വാദിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും എതിർക്കേണ്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒരുപാട് വാർത്തകൾ ഇതുപോലെ പുറത്തു വരുന്നിടത്തോളം കാലം ഇത് കേട്ട് തഴമ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മൾ മോഷണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ കൊലപാതക ശ്രമം എന്നുള്ള കുറ്റങ്ങൾ നമ്മൾ കേട്ടതുപോലെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ പുതിയതായിരുന്നു, പിന്നെ അതൊരു കാഷ്വൽ കാര്യമായിട്ട് പോകും. പക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഇത് ചെറിയ കാര്യമാകുന്നില്ല. ഇപ്പോ 1000 1000 ക്രൈമാണ് നടക്കുന്നെങ്കിൽ പോലും നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ അതൊരു ക്രൈം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ ആൾക്കാർ ഈ ക്രൈമുകളെ എല്ലാം നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം വെട്ടുക അല്ലെങ്കിൽ കുത്തുക, ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ക്യാമ്പസുകളിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകുമ്പോൾ ചെറിയ എന്തെങ്കിലും പാടുണ്ടായാൽ തന്നെ ആയുധം വെച്ച് വരിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്ന പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയമാണെങ്കിൽ പോലും പുരുഷന്മാർക്കെതിരെ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പരാതികൾ ആവശ്യമില്ലാതെയും അനാവശ്യമായിട്ടും കൊടുക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ കേരള ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കേസുകൾ കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പോലും. അപ്പോൾ അത്തരത്തിലുള്ള മോറൽ വാല്യൂസ് ഇപ്പൊ രാഹുൽ ഈശ്വർ തന്നെ ഏറ്റവും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാദിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും ജയിലിലേക്ക് പോകാനുള്ള ദൂരം വളരെ അടുത്താണ്, നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു കേസ് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോലും പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ടാണോ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഈശ്വർ ജയിലിൽ പോയത് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ല, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അതൊരു പുരുഷനായതുകൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഞാനിരുന്ന് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാലും ഞാൻ ജയിലിൽ പോകും. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അതൊരു കാര്യം. പിന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറഞ്ഞു. പീഡന പരാതികൾ വ്യാജമായി ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഈ ലൂപ്പ് ഹോൾ ഉണ്ട്. ഏതൊരു ക്രൈം എടുത്തു നോക്കട്ടെ, മോഷണ ശ്രമം, കൊലപാതക ശ്രമം, എന്ത് ക്രൈം എടുത്തു നോക്കിയാലും അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഒരു കൈയുടെ സൈഡിൽ ചെറുതായിട്ട് മുറിഞ്ഞാൽ പോയി കൊലപാതക ശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വിലായത്ത് ബുദ്ധ എന്നുള്ള സിനിമ കണ്ടു. അപ്പോൾ അതിനകത്ത് മരം മുറിച്ച് വിറ്റു, പക്ഷെ അതിന് കേസ് കൊടുക്കുകയാണ്. അതൊരു ലൂപ്പ് ഹോൾ കണ്ടെത്തി ചെയ്യുന്ന കാര്യമാണ്. അത് വ്യാജ പീഡന പരാതികൾ മാത്രമല്ല, എല്ലാ ക്രൈമിലും നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് സ്ത്രീകൾ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്
ക്രെഡിബിലിറ്റി ഇല്ലാത്തത് എന്ന് പറയുന്നതിൽ വസ്തുതയില്ല. അല്ല, ഇത്തരത്തിലുള്ള കേസുകൾ ഇതൊരു സ്ത്രീകൾക്ക് പ്രിവിലേജ് ഇല്ല എന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജ് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കേസുകൾ പുരുഷന്മാർക്കെതിരെ കൂടുതൽ എടുക്കാൻ ഇവിടുത്തെ നിയമം തയ്യാറാകേണ്ടി വരുന്നത്? പ്രിവിലേജ് ഇല്ലായ്മയിൽ നിന്നാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പണ്ട് മുതലേ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, ബലാത്കാരമായി, ഇമോഷണലി ബലാത്കാരമായി, ഫിസിക്കലി ബലാത്കാരമായി എല്ലാം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് തുടരുന്നുണ്ട്. അത് ഇപ്പോൾ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അതിലുണ്ട്, വർത്തമാന കാലത്തിലും അത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം സ്ത്രീ അത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടരുത്, സ്ത്രീയുടെ ലൈംഗികത ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ളൊരിതിൽ. അപ്പോൾ ഇത് ഒരു പ്രിവിലേജ് ആയിട്ട് എനിക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന അവർക്ക് കൊടുത്തേക്കുള്ള കൃത്യമായിട്ടുള്ള നിയമമാണ്. ആ നിയമത്തെ ഇന്നത്തെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് പുരുഷന്മാരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൂടുതലായിട്ടും? അതെ, തീർച്ചയായും. അത് ഒരിക്കലും വ്യാജ ആരോപണങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയില്ല, വ്യാജ പരാതികൾ ഇല്ല എന്ന് പറയില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞിരുന്നു, ഒരു വസ്തുതർക്കത്തിന്റെ പേരിൽ സ്ത്രീ പീഡന പരാതി കൊടുത്തതുകൊണ്ട് ഒരു ജീവിതം നശിച്ചു പോയ കാര്യം പറഞ്ഞിരുന്നു. ഇതെല്ലാം വാസ്തവമാണ്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തും ഒരു പ്രമുഖ നടിയിൽ ഒരു നടി പലർക്കെതിരെയും പരാതി നൽകുകയും അത് ഒരു ട്രോൾ മെറ്റീരിയൽ ആവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്തരം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വ്യാജ ആരോപണങ്ങൾ വരുമ്പോഴാണ് സത്യമായിട്ടുള്ള അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള പരാതികൾ പോലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ വന്നൊരു വ്യാജ പരാതി കൊടുക്കുന്നു, അപ്പോൾ രണ്ടാമതൊരു പെൺകുട്ടി വന്ന് സത്യമായ ഒരു പരാതി കൊടുത്താൽ ഇതും വ്യാജമല്ലേ എന്ന് ചോദിക്കുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നിടുന്നതാണ്. അത് ഈ പറയുന്ന പോലെ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ അല്ല, ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിലും ഈ പറഞ്ഞ പോലെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നു, ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ വാസ്തവം അറിയാം. ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്ക് ആഡംബര ജീവിതം ജീവിക്കാൻ കഴിയുന്നത്? സാധ്യതകളുണ്ട്. അല്ല, MLA ആയിരുന്ന രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരാള് വനവാസത്തിന് പോകുമ്പോ അവിടെ എങ്ങനെയാണ് രാജാവായിട്ട് ജീവിക്കാൻ കഴിയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടെന്ന് വിചാരിക്കുക, കാണില്ലായിരിക്കും, ഉണ്ടെന്ന് വിചാരിക്കുക. രാഹുലിന്റെ അടുത്ത് എന്നെ ഒന്ന് സേവ് ചെയ്യണം, കുറച്ച് ദിവസത്തേക്ക് അഭയം തരണം എന്ന് പറഞ്ഞാൽ രാഹുൽ എന്ന വ്യക്തി മാങ്കൂട്ടത്തിനെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യും. വ്യക്തിബന്ധങ്ങളുടെ പുറത്ത് ഇത് സാധ്യമാണ്. ഒരു MLA ആയിരുന്നില്ലേ, എത്ര പേരെ സഹായിച്ചിട്ടുണ്ടാവും. ആ സഹായിച്ചവർക്കെല്ലാം നന്ദി എന്നൊരു കാര്യമുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവും. ഈ പലർക്കും ഈ ക്രൈമിന്റെ ഗ്രാവിറ്റി അറിയില്ല എന്നുള്ളതാണ്. ഈ ക്രൈം ചെറിയൊരു കാര്യമാണ്, ആ പെൺകുട്ടിയും കൂടെ ചെയ്തതുകൊണ്ടല്ലേ, ഇയാളെ വെറുതെ വേട്ടയാടുക ആണ് എന്നുള്ളൊരു വാദം നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പോഴും ഒരു 10,000 പേരുണ്ടാകും. അല്ല, ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇലക്ഷന്റെ തലേ ദിവസം, അതായത് ഇലക്ഷൻ ഒരാഴ്ച മുമ്പിട്ട് ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് തെറ്റ് പറയാനുള്ളത്? ഇതിൽ രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഒരു വ്യക്തി അധിഷ്ഠിത പ്രശ്നമായിരുന്നു. അദ്ദേഹം എന്നൊരു വ്യക്തി, അദ്ദേഹം എന്നൊരു മാനസിക രോഗി എന്ന് തന്നെ പറയണം. അയാൾ ചെയ്ത കൃത്യങ്ങളുടെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത്. പക്ഷെ അത് കറക്റ്റായി ഇലക്ഷന് മുൻപ് പ്ലേസ് ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ളത് അതിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ട വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രതിസ്ഥാനത്താവാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ശബരിമല വിഷയം, അത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ED മുഖ്യമന്ത്രിക്കെതിരെ പോലും കുറ്റപത്രം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ കോൺഗ്രസിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തി കോൺഗ്രസ് മാത്രം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ തെറ്റ് പറയാതിരിക്കാൻ കഴിയും? ഇന്നലെ വരെ അതിൽ സത്യമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഇന്നലെ വരെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു, അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പ്രസ്ഥാനത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു തരത്തിലായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തെ, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതോടെ കോൺഗ്രസ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നേതാക്കൾ പറയുന്നവർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു. ആരോപണ വിധേയനാണ്, അയാളെ ഞങ്ങൾ മാറ്റി നിർത്തി, അയാളെ കംപ്ലീറ്റ് ആയിട്ട് തഴഞ്ഞു. അയാൾ എങ്ങനത്തെ വ്യക്തിയോ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്ത്. വേണമെങ്കിൽ കോൺഗ്രസിനെ അയാളെ സംരക്ഷിക്കാമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ കവലപ്രസംഗങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കാനോ ഉപയോഗിക്കാവുന്ന നല്ലൊരു ടൂളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ കോൺഗ്രസ് അത് ചെയ്തില്ല. അത് തന്നെയാണ് കോൺഗ്രസിന് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കിട്ടിയ വലിയൊരു മുഖം. അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാർട്ടിയിലേക്ക് സജീവമായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ വളരെ കണ്ണിങ് ആയ ഒരു പേഴ്സണായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ മണ്ണിരയുടെ ജീവിതം എന്ന് ഞാൻ പറയും. 2 മുറിച്ചിട്ടാൽ 2 വളരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അയാൾക്ക് വേണമെങ്കിൽ ഒരു 5 വർഷങ്ങൾക്കപ്പുറം
വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാനുള്ള പൊട്ടൻഷ്യൽ അയാൾക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ 5 വർഷവും അയാൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഒരു അടി കൊടുത്ത് താഴെയിടുന്ന പല പരാതികളും വീണ്ടും വീണ്ടും വരും.